SI സോമൻ ഹിയർ. സർ, ഹെഡ് കോൺസ്റ്റബിൾ മാത്യൂസ് ആണ്. ആ തോമസ് വധക്കേസിലെ പ്രതി മുത്തു ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാ? ഇവിടം വരെ വന്നിട്ട് നിന്നെ കാണാതെ പോയാലെങ്ങനെ? നീ എനിക്കെതിരെ സാക്ഷി പറയല്ലേ? നിനക്കെന്നെ ശരിക്കും അറിയാലോ. നിന്നെ കൂടി കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെയാ. നിന്നെയല്ല, നിന്റെ മുതലാളി രാജ്യത്തിന് ഞാൻ അറിയും. പോയിക്കോ, പോകാൻ. ഇല്ലെങ്കിൽ വെട്ടി അടിയും ഞാൻ. പിന്നെ സാക്ഷി പറഞ്ഞത് കണ്ട കാര്യം ഞാൻ എവിടെയും പറയും. പോകാൻ. നിന്നേക്കാളും വലിയ ചേച്ചിമാരെ കണ്ടവനാ ഞാൻ. ഇവിടെ നിൽക്കായിരുന്നോ? എവിടെയൊക്കെ തെരഞ്ഞു ഞാൻ. പകരം വിട്ടാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? തലമണ്ട പൊളിച്ചു പോയി ഞാൻ. നടക്കടാ, അങ്ങോട്ട് നടക്കടാ, നടക്കൂടെ. തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. കൊന്നുകളായി ഞാൻ. എന്താടാ? സെൽഫോൺ പേഴ്സണലാ. എനിക്ക് വരുന്ന കോൾ ഞാൻ തന്നെ എടുക്കും. ഹലോ മുതലാളി, ഇത് സുരേഷാണ്. നമ്മുടെ മുത്തുവിനെ ആ SI സോമൻ പൊക്കി. എന്താ? ആരായിരുന്നു ഫോണില്? നിന്റെ അച്ഛൻ, ചത്തുപോയ ചെമ്പരന്ത് ഭാസ്കരൻ. വർഗീസേ, രാജേന്ദ്രൻ, SP ഒന്ന് വിളിക്കേ. എന്തായി? ഇല്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന SIയുടെ സ്റ്റാൻഡ്. SP വിളിച്ചില്ലേ? SP അല്ല, ഹോം മിനിസ്റ്റർ പറഞ്ഞാൽ പോലും അയാൾ കേൾക്കൂല. സാർ, ഇത് മർഡർ കേസാ. അങ്ങോരെടുത്തിട്ട് പെരുമാറുമ്പോ മുത്തു സത്യം അങ്ങ് തുറന്നു പറഞ്ഞാലോ? ഇല്ല, പറയില്ല. വർഗീസേ, സർ. ഹമീദിനെ വിളിക്കേ. SI സോമന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കണം ഉടനെ. മൂളിക്കണ്ടെത്തി രാജേന്ദ്രന്റെ പവർ, സ്റ്റാറ്റസ് രണ്ടും അവൻ അറിയും. അറിയണം. സർ, ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ആ രാജേന്ദ്രൻ ആളല്പ പെശക. അയാൾക്ക് എന്താ കൊമ്പുണ്ടോ? ഇവന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ പണ്ടിവിടെ, ഭാസി. ഇവന്മാരെ പോലെ തടിമിടുക്കുള്ള ഒരുപാടെണ്ണത്തിന് ഒതുക്കിയിട്ട് തന്നെയാ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ സ്റ്റേഷനിൽ ഞാൻ SI ആയിരിക്കുമ്പോ ഒരു തോന്നിയാസവും അനുവദിക്കില്ല. മുത്തുവിനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. അത് കഴിഞ്ഞ രാജേന്ദ്രൻ എന്ന മാഫിയ ഡോൺ പിന്നെ ഇല്ല. കാത്രിക പൂട്ടിട്ട് പൂട്ടും ഞാൻ. റേഡിയേറ്റർ ചൂടായി സാറേ. സ്വല്പം സമയമെടുക്കും തണുക്കാൻ. സാറിനൊന്നും ചെയ്യില്ല.
തോക്ക് അവിടെ കിടന്നോട്ടെ സാറേ, പക്ഷെ അതെടുക്കാൻ നീളുന്ന ഈ കൈ ഉണ്ടല്ലോ, അതെനിക്ക് വേണം. നമ്മുടെ രാജേന്ദ്രൻ മുതലാളി പഞ്ചപാവമാ സാറേ. വേറെ ആരെയല്ല, തല SI. ഒരു SIയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇവരുടെയൊക്കെ കാര്യം പറയണോ മാഷെ? അവരുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ മാഷെ. ഇന്നലെയാണെങ്കിൽ മുത്തു എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഉപദ്രവിക്കാൻ നോക്കിയത്. ഏയ് മുത്തു മാത്രല്ല, രാജേന്ദ്രന്റെ കൂടെയുള്ളവർ ആരും അത്ര നല്ലവരല്ല. അതെ, ഓരോ ദിവസം തള്ളി നീക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ബാസി ഉണ്ടായിരുന്നപ്പോ മോളി കണ്ടത്തെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് മാത്രമല്ല ഇവർക്കും ഒക്കെ ഉണ്ട് പ്രശ്നങ്ങൾ. പലിശ കൊടുക്കാൻ 1-2 ദിവസം വൈകിയാ മതി, പിന്നെ ഗുണ്ടകളുടെ വരവായി ആകെ ബഹളമായി. വാസ്തവം, ഇന്നാൾ അവർ എന്റെ മോനെ തല്ലിയൊരു പരുവാക്കി. ഇതൊക്കെ മാഷിനോട് പറയുന്നത് നാളെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ചെന്ന് പറയാൻ വേറൊരു ഇടമില്ല ഇവർക്ക്, അതുകൊണ്ടാ. ഞങ്ങളെ രക്ഷിക്കണം മാഷെ. പ്രസിഡന്റ്, തൽക്കാലം എല്ലാരും സമാധാനമായിട്ട് പിരിഞ്ഞു പോണം. തീർച്ചയായിട്ടും ഞാൻ ഇതിനൊരു പരിഹാരം കാണും. ഞാനാ നിങ്ങളുടെ പ്രസിഡന്റാ പറയണത്. പ്രസിഡന്റ് പറഞ്ഞത് കേട്ടല്ലോ, അതൊക്കെ വേണ്ടതുപോലെ ചെയ്തോളും. നമുക്കിപ്പോ പോവാം. സുശീലേ, രാമേട്ടാ വാ, ചേച്ചി പോവാം. വന്നാട്ടെ, ഇങ്ങോട്ട് വരുവേ. എങ്ങനെ കിടന്നിരുന്ന വീടാ. ഇനി ബാസിയേട്ടൻ വന്നിട്ട് വേണം എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ. അതെ, സോമൻ സാർ രക്ഷപ്പെടുന്ന കാര്യം സംശയ. ഒരുപാട് വെട്ടുകളാ. നമ്മളെ കൊള്ളാഞ്ഞിട്ടാ. നമ്മൾ എന്ത് ചെയ്യാനാ? രാജേന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അവനോട് മുട്ടാൻ പറ്റില്ല. പണ്ട് നമ്മൾ പലരും തല്ലിയിട്ടുണ്ട്. അതൊക്കെ പിന്നിൽ ഭാസി ഉണ്ടെന്നുള്ള ധൈര്യത്തിലായിരുന്നു. അത് ശരിയാ, നമ്മുടെ ശക്തി ബാസിയേട്ടനായിരുന്നു. എന്നാൽ ആ ശക്തി നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു. ഭാസിയേട്ടൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങാൻ പോവാ. ഭാസി വരുന്ന കാര്യം സത്യമാണോ? അതേ രാമേട്ടാ. അല്ല സാറേ, രാജേന്ദ്രൻ ഭാസിയുടെ അളിയനല്ലേ? അങ്ങനെ വരുമ്പോ ഒരു കുഴപ്പമില്ല. വൃത്തിയേട് കാണിച്ചാൽ അളിയനൊന്നും വാസി നോക്കും. പ്രിയപ്പെട്ട നാട്ടുകാരെ, അക്രമത്തിനും ക്രിമിനൽ വാഴ്ചയ്ക്കുമെതിരെ ഈ നാട്ടിലെ ജനമനസാക്ഷിയെ ഉണർത്തുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മാഷ് നടത്തുന്ന ഏകദിന ഉപവാസം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഈ നാട് കുറെ നാളായി ഗുണ്ടായുസത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. പോലീസ് ഓഫീസർമാർക്ക് പോലും രക്ഷയില്ല. ഇതിനെതിരായി പ്രസിഡന്റിന് മറ്റേ പാർട്ടികൾ ഇനിയും പറയണോ? സുഹൃത്തുക്കളെ, ഇനി ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. പ്രസിഡന്റിന്റെ തന്നിഷ്ടപ്രകാരമാണ് ഈ സമരം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഒക്കെ സ്ഥിതി അത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. മനസ്സുകൊണ്ടോ വിചാരം കൊണ്ടോ ഞാൻ ഈ സമരത്തിന് അനുകൂലമൊന്നുമല്ല. നല്ല ധൈര്യം പ്രതിപക്ഷ നേതാവിന്, അല്ലേ രാമേട്ടാ? അതെ അതെ. എനിക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട് കേട്ടാ. അതുകൊണ്ടാണ് എന്നോട് വിരോധം ഒന്നും തോന്നരുത്. അയ്യോ, സമയം അടുത്ത മീറ്റിംഗിലുമുണ്ട്. എന്താ മാഷേ ഇത്? അമിതേ, അതിങ്ങെടുക്ക. മാഷ് ഇവിടെ ഉപവാസം കിടന്ന അതിന്റെ കുറച്ചിൽ എനിക്കല്ലേ? മാഷ് ഈ ഉപവാസം ഒന്ന് അവസാനിപ്പിക്കണം. ഇല്ല, നിന്റെ ഒന്നും ഭീഷണി കൊണ്ട് ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഭീഷണിയല്ല, അപേക്ഷയാ. മാഷ് ഇവിടെ ഉപവാസം കിടന്ന ചാനലുകാര് ഇത് സംസ്ഥാനം മുഴുവൻ എത്തിക്കും. പിന്നെ സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും ഇന്ന് വേണ്ട പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന സകല തെണ്ടികളും വന്ന് നിരങ്ങാൻ തുടങ്ങി ഈ മൂളിക്കണ്ടത്ത്. പിന്നെ എന്റെ ഏർപ്പാടുകളൊന്നും സ്മൂത്തായിട്ട് നടക്കില്ല. വാശി കളഞ്ഞ് മര്യാദയ്ക്ക് പറയുന്നതനുസരിക്ക് കുടിക്കേ. അമിതേ, ഞാനും ഭാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മാഷിനൊന്ന് പഠിപ്പിച്ചു കൊടുക്ക്. മാഷേ, ഉപവാസത്തിന് എല്ലാവിധ ആശംസകളും. അമിതേ,
മാധവ മാഷ് ഉപവാസത്തിലാ. സന്ധ്യയ്ക്ക് മുമ്പ് ആരെങ്കിലും വെള്ളമോ മറ്റോ കൊടുത്ത് ഈ ഉപവാസം അവസാനിപ്പിച്ചു എന്ന് ഞാൻ അറിയാലോ. വേണ്ട, നിങ്ങൾക്ക് 2 പെൺകുട്ടികളാ. നീയോ? വരുന്ന വഴിയാ, ശിക്ഷ കഴിഞ്ഞു. ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലണ കണ്ടിട്ട് കൈയും കെട്ടി നോക്കിയേക്കെ. രാമേട്ട നിങ്ങൾക്കെങ്കിലും പിടിച്ചു മാറ്റായിരുന്നില്ലേ? കണ്ണീ ചോര ഇല്ലാത്തവരാ ഭാസി അവര്. നമ്മളെല്ലാം പറഞ്ഞ് നമ്മളവരെ കൊല്ലും. പേടിക്കാനൊന്നുമില്ല. ഹരി, മാഷിനെ വീട്ടിൽ കൊണ്ടാക്ക്.